യൂത്ത് ഫോറം പ്രസൻസ് സർഗതീരം സീസൺ 3 മലയാള ശബ്ദ നാടക മത്സരം 2024-25 സ്പോൺസർഡ് ബൈ റോട്ടറി കൊച്ചിൻ ടൈറ്റൻസ്. ശബ്ദചേതന കമ്മ്യൂണിക്കേഷൻസ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന ഏറ്റവും പുതിയ ശബ്ദനാടകം സ്പേസ്. നാടകരചന സംവിധാനം ലിമേഷ് PM പുതുക്കാട്. സഹസംവിധാനം അനുജ അജയൻ. ശബ്ദമിശ്രണം രമിത് വിലങ്ങേരി ആൻഡ് ബിജുകുമാർ കിളിമാനൂർ. സാങ്കേതിക സഹായം പ്രസന്ന C. നായർ ആൻഡ് സിനോജ് VR. സ്പേസ്. കിച്ചു, നീ ഓർത്ത് നോക്കി, നമ്മുടെ ലൈഫ് ഭയങ്കര ബോറിംഗ് അല്ലേ? അത് നീ പറഞ്ഞ ശരിയാ. കോളേജ് വിട്ടാ വീട്, വീട് വിട്ടാ ഹോസ്റ്റല്, ഹോസ്റ്റല് വിട്ടാ വീണ്ടും കോളേജ്. സത്യം പറഞ്ഞാ നമുക്കൊരു ലൈൻ പോലും ഇല്ല അല്ലേ? ഏത്? അറിയാണ്ടൊന്ന് ചിരിച്ചു പോയാ നമ്മുടെ തലേ കയറാൻ നിൽക്കുന്ന ഈ വായി നോക്കിയല്ലാണ്ടോടി നമ്മൾ പ്രേമിക്കണ്ടേ? നമ്മുടെ തലയിൽ കയറാൻ വരുന്നവന്മാരല്ലടി, നമ്മൾ വല വീശി പിടിക്കുന്നവന്മാരെ വേണം നമ്മൾ പ്രേമിക്കാൻ. അതൊക്കെ ശരി തന്നെ, പക്ഷെ എങ്ങനെ? ഒരു ഐഡിയ ഉണ്ട്. ഞാനിങ്ങനെ കണ്ണടച്ച് നടക്കാം. ദേ, നീ എന്നെ കൂട്ടിക്കൊണ്ടു പോണേ. എന്നിട്ട് ഞാൻ എവിടെ വെച്ച് കണ്ണു തുറക്കുന്നു അവിടെ ആദ്യം കാണുന്നത് ആരെയും അവനെ അങ്ങ് പ്രേമിക്കും. എന്താ, സൂപ്പർ അല്ലേ? ബെസ്റ്റ്. ഈ കണ്ണടച്ച് നടന്നിട്ട് വേണം 7-ാം പൊക്കം നിന്റെ വീട്ടിൽ വന്നിട്ട് ഇഡ്ഡലി വടയും മേടിപ്പിക്കാൻ. ശരി മണ്ടി, നീ എവിടെങ്കിലും വെച്ച് കണ്ണ് തുറന്നെന്ന് വെച്ചോ, ഇനി അവിടെ കാണുന്ന ആള് വല്ല വയസ്സനാ കല്യാണം കഴിഞ്ഞവനാണെങ്കിൽ നീ അയാളെ കയറിങ്ങ് പ്രേമിക്കോ? മണ്ടത്തരം പറയാതെ നടക്ക് പെണ്ണേ. ഇതൊക്കെ എല്ലേടി ഒരു ത്രില്ല്. ദേ, ഞാൻ കണ്ണടയ്ക്കാൻ പോവാണേ, എന്നെ നേരെ നയിച്ചോണേ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇങ്ങനെ പോയാൽ കണ്ണടച്ച് നടക്കേണ്ടി വരില്ല, അതിൻ്റെ മുമ്പേ കണ്ണാടി. ഇപ്പം എന്നിട്ടൊരു കാര്യം, എവിടെ ചിന്തിക്കുന്നുവോ അവിടെ കക്കൂസ് എന്ന് പറയുന്ന പോലെ, എവിടെ കണ്ണു തുറക്കുന്നുവോ അവിടെ കാമുകൻ. നടക്കടി അങ്ങോട്ട്, നടക്ക് നടക്ക് നടക്ക്, നേരെ നടക്ക്. ഡീ, ഞാൻ കണ്ണു തുറക്കാൻ പോവാ, തുറക്കട്ടെ? തുറക്കല്ലേ 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 തുറക്കല്ലേ, ഇപ്പൊ തുറക്കല്ലേ തുറക്കല്ലേ. തുറന്ന് அம்மா ஏதாவது கொடுங்க அம்மா. പിച്ചക്കാരനാ? ഹോതലടി പോത്തെ, ഇപ്പൊ കണ്ണു തുറക്കണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ തൃപ്തിയായല്ല. ആ, പിച്ചക്കാരനെങ്കിൽ പിച്ചക്കാരൻ. എപ്പോഴല്ലേടി ശരിക്കുള്ള ത്രില്ല്? നീ വന്നേ. ചേട്ടാ, സുഖാണോ? ഓ, എന്ത് സുഖം മാഡം. രാവും പകലും ഇല്ലാണ്ട് നടക്കണം ഈ തെണ്ടികൾക്കെല്ലാം കണക്കാ. നല്ല എന്തെങ്കിലും തിന്ന കാലം ഓർമ്മയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താട്ടെ മാഡം. ചേട്ടാ, 100 രൂപയുണ്ട്, ആദ്യം പോയി വല്ലതും കഴിക്കും. പിന്നെ ചേട്ടന് നല്ല ആരോഗ്യമുണ്ടല്ലോ, ഇതൊക്കെ നിർത്തിയിട്ട് വല്ല പണിക്കും പോക്കൂടെ? അതിപ്പോൾ മാഡത്തിന് നല്ല ഭംഗിയുണ്ടെങ്കിലും മാഡം സിനിമാ നടിയായോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ എനിക്കും ആരോഗ്യമുണ്ടെങ്കിലും പണിക്ക് പോകാനൊരു അതാ. നിങ്ങൾ വന്നേ, പിച്ചക്കാരനോടാ അവളുടെ വേദോപദേശം. എന്നാ ശരി ചേട്ടാ, നമുക്ക് നാളെ കാണാം. നാളെയും ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? എന്നെ ആദ്യമായിട്ടാ ഒരാൾ ഈ ചേട്ടാന്ന് വിളിക്കണത്. നാളെ ഞാനിവിടെ ഉണ്ടാവും മാഡം. മാഡം വരുന്ന വഴിക്ക് എവിടെയായാലും കുഴപ്പമില്ല, ഞാൻ കാത്തിരിക്കും. അത് ഇതുപോലെ കാശ് കിട്ടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഈ ചേട്ടാന്നുള്ള വിളി കേൾക്കാനുള്ള കൊതി കൊണ്ടാ. ഇത് പൊളിക്കും. അപ്പൊ ശരി ചേട്ടാ, ഇപ്പൊ
ഒത്തിരി ലേറ്റായി. നമുക്കേ നാളെ കാണാം. ബൈ, ലവ് യു. കൊച്ചേച്ചിയെ, കൊച്ചേച്ചി, കൊച്ചേച്ചിയെ, ഊയ്. ആരാടാ അവിടെ കിടന്ന് വിളിച്ചു പോകുന്നേ? ഞാനാന്നേ. ആഹാ, ഇതാര് മാത്തച്ഛനോ? താൻ കഴിഞ്ഞ മാസം വന്നേച്ചും എന്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് ഒരു പോക്ക് പോയതാന്നല്ലോടോ. ഇപ്പൊ രണ്ടാമതും കാശ് മേടിക്കാൻ വന്നിരിക്കുവാന്നോ? എന്റെ കൊച്ചിനൊരാലോചന കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നാളെ എത്രയായിടോ? അങ്ങനെ പറ. കൊച്ചേച്ചിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ട്. നല്ലൊരു കേസ് കേട്ട് കൊച്ചേച്ചിയുടെ മോക്കിയാൻ കൊണ്ടുവരത്തില്ലയോ? അതാ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. മാത്തച്ഛ, ഉടായിപ്പ് വല്ല ആന്നേ മുട്ടുകാല് ഞാൻ തല്ലി ഒടിക്കുവേ. എന്റെ കൊച്ചേച്ചി, ഞാൻ ചെറുക്കനെ കൊണ്ടാ വന്നേക്കുന്നേ. താൻ എന്നതാ ഈ പറയുന്നേ? ഇന്നലെ എങ്ങാനും ഒന്ന് വിളിച്ചു പറയാൻ പാടില്ലായിരുന്നോ? ഇന്നിപ്പൊ കൊച്ചിവിടെ ഇല്ലായിരുന്നേലോ. ആരാ ചെറുക്കൻ? എന്നതാ? ഒന്ന് വിശദമായി പറഞ്ഞേ കേക്കട്ടെ. എന്റെ കൊച്ചേച്ചി, നിങ്ങളുടെ മകൾക്ക് നല്ലൊരു ആലോചനയും കൊണ്ടല്ലാതെ ഈ മാത്തച്ഛൻ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? ചെറുക്കൻ അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. അത് നാളെ അങ്ങോട്ട് പോകും. അതിനു മുമ്പ് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാലേ വീട്ടുകാരെ പറഞ്ഞു വിടുകയും ചെയ്യും ഇങ്ങോട്ട്. അടുത്ത വരവിനാ കേട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം. നല്ല കൂട്ടരാ. എന്നിട്ട് ചെറുക്കൻ എന്തിയേ? വണ്ടിയിൽ ഇരുത്തിയേക്കുവാ. ഇത് അവതരിപ്പിച്ചേച്ചും വേണമല്ലോ ഇങ്ങോട്ട് വിളിക്കാൻ. താനിരിക്കെ, ഞാനേ അവളെ ഇങ്ങോട്ട് വിളിക്കാം. എടി മോളെ, നീ അവിടെ എല്ലാടിക്കുവാ. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. അമ്മക്കിതെന്താ? എന്റെ പൊന്നുമോളൊന്ന് റെഡിയായേ. ദേ, മോളെ കാണാൻ താഴെ ഒരു കൂട്ടർ വന്നിട്ടുണ്ട്. ആ, എനിക്ക് തോന്നി. അയരണം കേട്ട് മാത്തച്ഛന്റെ ഒച്ച കേട്ടപ്പോഴേ എനിക്ക് തോന്നി അങ്ങനെ എന്തേലും ആയിരിക്കുമെന്ന്. ദേ, പെണ്ണ് അടിമേടിക്കും കേട്ടോ. താഴെ ചെറുക്കം മാത്രമേ വന്നിട്ടുള്ളൂ. കണ്ടേച്ചും പോട്ടെന്ന്. ഇഷ്ടപ്പെട്ട അടുത്ത വരവിനാ കേട്ട്. ഒന്ന് കണ്ടേക്കടി മോളെ, അമ്മയല്ലേ പറയുന്നേ. ആഹാ, എന്നാ ശരി, ഒന്ന് കണ്ടുകളഞ്ഞേക്കാം. സുന്ദരനും സുമുഖനും സൽസ്വഭാവികമായ യുവകോപ്രാങ്ക്യമോറനാണെന്നാണല്ലോ വെപ്പ്. ആയിക്കോട്ടെ. ആ അമ്മ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷമൊക്കെ? സുഖല്ലേ? ആ മോനെ, സുഖായിരിക്കുന്നു. മോനിരിക്കെ. മോളെ വിളിച്ചാലേ ചേച്ചി? അതിനെന്നതാ മോളെ, അങ്ങോട്ട് കൊടുക്കും മോളെ. അവര് പുതിയ പിള്ളേരല്ലേ, അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്കങ്ങോട്ട് മാറിയേക്കാം, അല്ലേ ചേച്ചി? സി, അത് വേണ്ട. ഞങ്ങള് പുറത്തേക്ക് നിൽക്കായിരുന്നു. അതായിരുന്നു കുറച്ചുകൂടി സൗകര്യം. ഐ മീൻ, കുറച്ച് കംഫർട്ടായിരുന്നു. കൃഷ്ണ, ക്യാൻ യു പ്ലീസ്? ഓക്കെ. താങ്ക്സ്. എനിവേ, മൈ നെയിം ഈസ് ഡിവൈൻ. ഡിവൈനോ? അതെന്ത് പേര്? Wow, nice costume. Actually, there is an interesting story behind my name. You know, എൻ്റെ പപ്പ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു. പപ്പയ്ക്ക് ഡിവൈൻ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയ അന്നാണ് എൻ്റെ മമ്മ എന്നെ പ്രസവിക്കുന്നത്. സോ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് പപ്പ എനിക്ക് ഡിവൈൻ എന്ന് പേരിട്ടെ. അത് കൊള്ളാലോ. ഡോ, ലെറ്റ് മീ കം ടു ദ പോയിന്റ്. എനിക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. തനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ആക്ച്വലി അതൊന്ന് ചോദിച്ചറിയാനും കൂടിയാണ് ഞാൻ പുറത്തേക്ക് വിളിപ്പിച്ചത്. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ വിവാഹത്തെ പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ആൻസർ പറയാനും വയ്യ. നിങ്ങളെ കണ്ടു, സംസാരിച്ചു, അത്ര തന്നെ. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. താൻ ആലോചിച്ചിട്ട് അറിയിച്ചാൽ മതി. ഞാൻ ആലോചിച്ചിട്ട് പറയാം. എനിവേ, ഇതാണ് എൻ്റെ നമ്പർ. ഓക്കെ, പെണ്ണ് കാണാൻ വന്ന അന്ന് തന്നെ നമ്പർ കൊടുക്കുന്നത് ശരിയല്ലായിരിക്കാം, ഐ നോ ദാറ്റ്. പക്ഷേ ഞാൻ ആൾ സ്ട്രേറ്റ് ഫോർവേഡാണ്. ഇഷ്ടമായാൽ എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. നോ പ്രോബ്ലം. ചേട്ടാ, നമുക്ക് ഇറങ്ങിയാലോ? എന്നാ കൊച്ചേച്ചി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ അറിയിക്കാം. എന്നാ ശരി.
എടാ ചില്ലറേ, നിന്നോട് ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? പിന്നെ നീ എന്തോ ആലോചിച്ചോണ്ട് നിൽക്കുവാടാ? ഏട്ടാ, എനിക്കൊരു സംശയം. ആ, എന്തുവാ? ഇത്രയും വലിയ തെങ്ങിന്റെ മേളിലുള്ള നാളികേരത്തിനകത്തെ ആരായിരിക്കും വെള്ളം നിറച്ചിട്ടുണ്ടാവുക? ഉഫ്. ആ, അതോ, നീ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നിന്നേ. ഓ, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ആ, അങ്ങനെ. ഇപ്പൊ മനസ്സിലായടാ? ഇപ്പൊ മനസ്സിലായടാ നിനക്ക്? അയ്യോ, 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 ആ, ഓ, പരദേശി മേരിയായ, ഓ, ഓ, ഭൂലിനെ ജാന, ഓ, അയ്യോ, ഓ, കാലമാടെ നല്ലോണം വേദന എടുത്തു. എന്താടാ ചില്ലറേ, നീ വല്ല സംശയം ചോദിച്ച് ചേട്ടൻ്റെ അടി മേടിച്ചോ വീണ്ടും? മുറുക്കേ, എനിക്കൊരു സംശയമുണ്ട്. എന്റെ പൊന്നുമോനെ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഞാനേ ചേട്ടനൊന്ന് കണ്ടുവരട്ടെ. നീ പോ. ആ ചേട്ടാ, ഇന്നത്തെ കളക്ഷൻ എത്ര ഉണ്ടാ കളക്ഷൻ? ഒരു 1.5 ഉണ്ടാവും. 1.5? 3-3.5 കളക്ഷൻ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാ ഇപ്പൊ 1.5 ഉലുവ. എന്റെ ചേട്ടാ, പണ്ടത്തെ പോലെ തെണ്ടിപ്പണിക്കൊന്നും വലിയ മാർക്കറ്റില്ല. ഇപ്പൊ തെണ്ടലൊക്കെ സോഷ്യൽ മീഡിയ വഴിയാ. മറ്റേ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഗൂഗിൾ പേ, അത് ഇതെന്നൊക്കെ ഉണ്ടല്ലോ കുറെ. അങ്ങനെയാണെങ്കിൽ തെണ്ടല് നമുക്ക് സോഷ്യൽ മീഡിയ വഴിയാക്കിയാലോ? ചേട്ടാ, ഈ തെണ്ടി മടുത്തു. ഇനിയും വേറെന്തെങ്കിലും പണിക്ക് പോയി ജീവിച്ചാലോന്നാ. എന്താടാ, തെണ്ടിത്തീറ്റ മടുത്തോ? തെണ്ടി തിന്നാടാ ഇന്ന് നീയൊക്കെ ഇവിടം വരെ എത്തിയത്. അത് മറക്കരുത്. അത് മറക്കാതിരുന്നാൽ നന്ന്. ചേട്ടാ, നമുക്ക് ഈ പണിയങ്ങ് നിർത്തിയാലോ? എടാ മുറുക്കേ, ഈ സമൂഹത്തിലെ സാധാരണക്കാരും ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തെണ്ടി തന്നെയാടാ ജീവിക്കുന്നത്. അത് നിനക്കറിയാൻ വയ്യാഞ്ഞിട്ടാ. ഏതായാലും തൽക്കാലം ഈ തെണ്ടിപ്പണി ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോഴാണ് ഡെയിലി ആകെ 1.5 ലക്ഷം രൂപയെ വരുമാനമുള്ളൂ. എന്നിട്ടും നിനക്കൊക്കെ വയറ് നിറച്ച് കഞ്ഞിയും പയറും ഞാൻ തരുന്നില്ലടാ. എന്നിട്ടാണോ നീയൊക്കെ എന്നോട് ഇങ്ങനൊക്കെ പറയുന്നത്? ചേട്ടാ, ഭയങ്കര വെയിലല്ലേ? നമ്മുടെ പിള്ളേർക്കൊക്കെ ആ ഒരു ക്ഷീണം എന്നാ പറയണേ. നാളെയെങ്കിലും ഐറ്റങ്ങൾ തെണ്ടാൻ വിടാതിരുന്നൂടെ? മുറുകെ, നമ്മുടെ കൂടുള്ള വികലാംഗരും കുട്ടികളും വയസ്സായവരും പെണ്ണുങ്ങളും എല്ലാം നാളെ മുതൽ വെയില് കൊണ്ട് തെണ്ടി ക്ഷീണിക്കണം. എങ്കിലേ ജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റാൻ പറ്റൂ. അതിലൂടെ വേണം നമ്മുടെ കളക്ഷൻ കൂട്ടാൻ. എങ്ങനുണ്ട്? ആ, മുറുക്ക് പൊക്കോ. ഓ, ഡി, നീ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? നിന്റെ മുഖം കണ്ടിട്ട് എന്തോ പറയാനുണ്ടെന്ന് തോന്നല്ലോ. എന്താ കാര്യം? എടീ, ഞാൻ അത് പിന്നെ എന്ത് പടി ഇത്? കുറെ നേരമായല്ലോ. എനിക്ക് പിന്നെ ഒരുമാതിരി അവാർഡ് സിനിമയെ പോലെ. ദേ, കാര്യം എന്തെങ്കിലും തെളിച്ച് പറയുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഹലോ. എടോ, താൻ നല്ല ആളാട്ടോ. പിന്നെ തീരുമാനം അറിയിക്കാന്ന് പറഞ്ഞിട്ട് താൻ ഒരു മെസ്സേജ് പോലും അയച്ചില്ലല്ലോ. അത് പിന്നെ എനിക്ക് എടോ, തനിക്ക് എന്താണേലും പറയാലോ. അത് കുഴപ്പമില്ല. സോറി, ഐ കനോട്ട്. വാട്ട് ഡു യു മീൻ? എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ മോശക്കാരനൊന്നും ആയതുകൊണ്ടല്ല കേട്ടോ. എന്തോ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. എൻ്റെ ജീവിതം കൊണ്ട് ഞാനൊരു ഇംഗ്ലീഷുകാരനൊക്കെ ആണെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും ഒരു പക്ക മലയാളിയാണ്.
സോ ഞാൻ ഫോൺ വയ്ക്കുക. സോറി ഫോർ ദ ട്രബിൾ. ഹലോ ഹലോ ഹലോ. പാവം, നീ എന്തിനാ അയാളോട് അങ്ങനെ പറഞ്ഞേ? പിന്നെ പിന്നെ എന്താ പറയേണ്ടത്? ഏയ് കൂൾ, എന്താ നിനക്ക് പറ്റി? വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കാം, നീ വല്ലാണ്ട് ഡിസ്റ്റർബ്ഡാ. ടെൽ മീ വാട്ട് ഹാപ്പൻഡ്? എന്താടാ? എന്താണെങ്കിലും എന്നോട് പറ. എനിക്ക് നിന്നെ പിരിയാൻ വയ്യടി. I don't want to miss you. 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 I need you. I need you forever and ever. I need you forever and ever. കിച്ചു, നീ എന്താ ഇപ്പൊ പറഞ്ഞേ? ശരിക്കും ആലോചിച്ചിട്ടുണ്ടാണോ നീ പറയുന്നേ? യെസ്. നമുക്കൊന്ന് നടക്കാം. സത്യത്തിൽ നീ ഇപ്പൊ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്നോടൊരിക്കലും ഞാനിത് തിരിച്ച് പറയില്ലായിരുന്നു. നിന്നോടുള്ള എൻ്റെ ഇഷ്ടം ആരും അറിയാതെ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചേനെ. ഇൻഫാക്റ്റ് ഞാൻ പോലും അറിയാതെ ഈ ഇഷ്ടം എൻ്റെ ഉള്ളിൽ തന്നെ കുഴിച്ചുമൂടി മറ്റൊരാൾക്ക് മുമ്പിൽ കഴുത്ത് നീട്ടി കൊടുത്തേനെ. നമ്മൾ സമൂഹം ഒറ്റപ്പെടുത്തും, നമുക്ക് ഭ്രാന്താണെന്ന് പറയും. എന്നാലും നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. പക്ഷേ എങ്ങനെ? അതെനിക്കറിയില്ല. നിന്നെ പിരിഞ്ഞ ഒരു ജീവിതം എനിക്കില്ല, അത് മാത്രമേ എനിക്കറിയൂ. നീ കൂടുന്നപ്പോൾ ഞാൻ എന്തിനാ ഭയക്കുന്നേ? എനിക്ക് നീ ഉണ്ടല്ലോ, നിനക്ക് ഞാനും. ആര് വേണമെങ്കിലും നമ്മളെ ഒറ്റപ്പെടുത്തിക്കോട്ടെ, എതിർത്തോട്ടെ. എന്നാലും നമുക്ക് ഒന്നിച്ച് തന്നെ ജീവിക്കണം കിച്ചു. കൈവിട്ട് പോകുന്നു എന്ന് കരുതിയെടുത്തുന്നു നിന്നെ എനിക്ക് തിരിച്ചു കിട്ടേ. ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല കിച്ചു. I love you so much. മതി ഇവിടെ വെച്ചുള്ള നമ്മുടെ സ്നേഹപ്രകടനം. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. വാ നമുക്ക് പോവാം. ഇനി ആര് ശ്രദ്ധിച്ചാലും എനിക്കെന്താ? പറയാമോ തെണ്ടിപ്പറക്കി നടക്കാനായിട്ട് പുറത്തോട്ട് പോകുന്ന മുറിക്കിന് എന്താ ഒരു പ്രേമപ്പാട്ട്? പാട്ട് ആർക്ക് വേണമെങ്കിലും ഏത് വേണമെങ്കിലും പാടാം. അല്ല, ഞാൻ ഏത് പാട്ട് പാടില്ല, നിനക്കിപ്പോ എന്താ? മനസ്സിലാവുന്നുണ്ട് നിന്റെ പാട്ടിന്റെ അർത്ഥമൊക്കെ. അല്ല, എന്ത് പെങ്ങള് കന്യാസ്ത്രീയാന്ന് കരുതി കർത്താവ് തമ്പുരാൻ നിന്റെ അളിയനാന്ന് പറഞ്ഞോണ്ട് നടക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. നീ ഒന്ന് പോയേ, എനിക്ക് ഇവിടെ 100 കൂട്ടം പണി കിടക്കുമ്പോഴാ. പോ മുറുക്കേ, എനിക്കൊരു സംശയം. ഇണ്ടെങ്ങാടാ, നീ അതും കൂടി അവിടെ ചോദിക്കി. ഞാൻ അതായിട്ടൊരു കുറവെടുത്തണ്ട അങ്ങനായിട്ട്. കണ്ണ് കടിച്ചാ അസൂയ, കൈ കടിച്ചാ കാശ് വരും. അപ്പൊ കൃമി കടിച്ചാലോ? എന്റെ വായിൽ നിന്നൊരു കിള കളിച്ച തെറി ചവിട്ടി കയറും. തല്ലു കിട്ടാഞ്ഞെന്ന് മഹാഭാഗ്യം. ദൈവമേ, വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ഡേ, എന്താ കഴിക്കാൻ പറയണ്ടേ? നിന്റെ ഇഷ്ടം. ഓക്കെ, എന്താ ഇപ്പൊ കഴിക്കുക? ഹലോ മാഡം, എവിടെ നീത്? ഇവിടെ ഇതയാളല്ലേ? ഇയാളെന്താ ഇവിടെ? ആഹാ, നിന്റെ പിച്ചിലൊക്കെ മാറി ആളാകെ ഗ്ലാമറായി പോയല്ലോടാ.
ഞാൻ ഞാൻ മാഡത്തിനെ കാണാൻ ഇവിടെ വരെ വന്നതാ. ഇവിടെയൊക്കെ വരുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണ്ട വരാൻ, അതാ. കൊള്ളാം, നന്നായിട്ടുണ്ട്. താങ്ക് യു മാഡം. ഞാനിങ്ങനെ കുറച്ച് വാക്കുകൾ ഇംഗ്ലീഷിൽ പഠിച്ചു വെച്ചിട്ടുണ്ട് മാഡത്തിനോട് പറയാൻ. താങ്ക് യു, ബൈ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഐ ലവ് യു, അങ്ങനെ. മിത്തു ഇയാളും പറഞ്ഞു വിടും, എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ. വെയിറ്റ്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. നീ ഇവിടെ ഇരിക്കേ. ചേട്ടാ, നമുക്ക് അങ്ങോട്ടിരുന്നാലോ? എന്നാ അങ്ങനെ കേട്ടോ മാഡം. കിഴങ്ങ്, നീ പോടി. ചേട്ടൻ ഇരിക്കേ. ചേട്ടൻ എന്താ കഴിക്കാൻ വേണ്ട? ബിരിയാണി പറയട്ടെ? മാഡം വാങ്ങി തരണല്ലേ, മാഡത്തിന് ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും കഴിക്കാം. വെയിറ്റർ, 1 CB പ്ലീസ്. പിന്നെ ഞാനെപ്പോഴും ഈ മാഡം എന്ന് വിളിക്കുന്നത് ഈ പേരറിയാത്തോണ്ടാട്ടാ. സാധാരണ നമ്മൾ പേരറിയാത്തവരെ സാറ്, മാഡം, മോളെ, കുട്ടി അങ്ങനെയൊക്കെയല്ലേ വിളിക്കുക. പിന്നെ എനിക്ക് മോളെ എന്ന് വിളിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെ വിളിക്കാൻ എനിക്കൊരു ചെറിയ നാണ. ചേട്ടൻ കഴിക്കേ. അപ്പോൾ ഒന്നും കഴിക്കണില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. മാഡത്തിനെ കണ്ടപ്പോൾ എൻ്റെ എല്ലാ വിശപ്പും പോയി. ഞാൻ ആലോചിക്കായിരുന്നേ, എന്നെ പോലൊരാളെ എങ്ങനെ മാഡത്തിനെ പോലൊരു സുന്ദരിക്ക് ഇഷ്ടമായെന്ന്. ചേട്ടാ, എനിക്ക് ചേട്ടനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? പറഞ്ഞോ. സത്യത്തിൽ ഞാൻ ചേട്ടനെ പറ്റിക്കുകയായിരുന്നു, ഒരു തരത്തിൽ കളിപ്പിക്കുകയായിരുന്നു. എൻ്റെ ബോറടി മാറ്റാൻ ഭിക്ഷക്കാരനായ ചേട്ടനെ കയറി അങ്ങ് പ്രേമിക്കുക, അതായിരുന്നു എൻ്റെ ഒരു നേരം പോക്ക്. അത് ചേട്ടൻ ഇത്ര സീരിയസ് ആക്കുമെന്നോ നമ്മൾ തമ്മിൽ വീണ്ടും കാണുമെന്നോ കരുതിയിട്ടല്ല. ഒരു രസം. എനിക്ക് ചേട്ടനോട് പ്രണയമല്ല, ഒരുതരം സാതാപാണ്. കാരണം ഞാൻ മറ്റൊരാളെ പ്രണയിക്കുന്നു. ഇപ്പം എനിക്ക് അത്രേ പറയാൻ നിവർത്തിയുള്ളൂ. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. സാരമില്ല മാഡം, സാരമില്ല. ഈ മാഡം എന്ന് വിളിക്കുന്നതന്നെ നല്ലത്, വേറെ ഒന്നും വിളിക്കാൻ പാടില്ല. വിളിക്കാൻ പറ്റില്ല. എനിക്ക് സന്തോഷമുള്ളൂ മാഡം, സന്തോഷമുള്ളൂ. കാരണം മാഡം തുറന്ന് പറഞ്ഞല്ലോ, അതാ നല്ലത്. മാഡം പറഞ്ഞാൽ ശരി, എനിക്ക് സന്തോഷമുള്ളൂ. പിച്ചക്കാരൻ്റെ സ്വപ്നത്തിനൊക്കെ ഇത്ര ആയുസുള്ളൂ എന്നറിയാൻ പാടില്ലാത്ത മണ്ടനായി പോയില്ലേ ഞാൻ. വെറുതെ അല്ല, പിച്ചക്കാരനായിട്ട് ജനിച്ചതും പിച്ചക്കാരനായിട്ട് ജീവിക്കുന്നതും ഈ പിച്ചക്കാരനായിട്ട് ചാവാൻ പോണതും. നല്ല വിശപ്പ്, നല്ല ഭക്ഷണം കളയാൻ പാടില്ല. ഈ തെണ്ടിക്ക് ഇങ്ങനെ ബിരിയാണി കിട്ടുന്നു ഉറപ്പൊന്നുമില്ല. അതാ ഇതിൻ്റെ കാശ് മാഡം കൊടുത്തോളൂല്ലോ അല്ലേ? ഇന്നെനിക്ക് നല്ല സന്തോഷമുള്ള ദിവസം കാണും. കാരണം എച്ചക്കൈ തൊടാത്ത ഒരു പാത്രം ബിരിയാണി കിട്ടുന്നതേ ജീവിതത്തിൽ ആദ്യമായിട്ടാ. ഇപ്പോഴാ ഞാൻ പഠിച്ചു വെച്ച വാക്ക് ശരിക്കും ഉപകാരമായത്. താങ്ക്സ് മാഡം.
ആഹാ, മാത്തച്ഛനോ? വാ വാ. ഓ, ഇനി കേറി വന്നിട്ട് എന്നാത്തിനാ? എല്ലാം കൈവിട്ട് കളഞ്ഞില്ലയോ? എന്നതാടാ മാത്തച്ഛ, നിനക്ക് ഭ്രാന്തായോ? ഭ്രാന്ത് എനിക്കല്ല, നിങ്ങളുടെ മകക്കാ കാമഭ്രാന്ത്. ഭാ, നിർത്തിട നായേ. വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറഞ്ഞാൽ നിന്റെ മുട്ടുകാലിൽ ഞാൻ തെല്ലൊടിക്കും. ഇനിയിപ്പൊ നിങ്ങൾ മാത്രമേ കഥയൊന്നും അറിയാത്തുള്ളൂ ചേച്ചി. നിങ്ങളുടെ മകളും വേറൊരുത്തിയും തമ്മില് ജിഞ്ചിലാങ്കിയാണെന്ന് നാട് മൊത്തം പാട്ടാ. പല കല്യാണങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ട് മുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു പെണ്ണും തമ്മിൽ ഇഷ്ടമായിട്ടൊരു കല്യാണം മുടങ്ങുന്നത് ആദ്യമാണേ. മാത്തച്ഛ, ഇനിയും നീ ഇവിടെ നിന്ന് ചിലച്ച വെട്ടരിവാളിന് നിന്റെ തല ഞാൻ വെട്ടി പുറത്തിടും. പോടാ, ഇറങ്ങി പോടാ. നമ്മള് പോയേക്കുവാണേ. അയ്യോ അയ്യയ്യേ. കൃഷ്ണേ, എടി കൃഷ്ണേ, നീ എവിടെ പോയി കിടക്കുവാടി? ഞാൻ കേട്ടതല്ല ശരിയാണോ? എടി ആണോന്ന്? എന്റെ അമ്മ, നീ ആ കൊച്ചിനോട് പോയി പറഞ്ഞോ എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന്? എടി പറഞ്ഞോന്ന്? അത് അമ്മ, അത് ഞാൻ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞമ്മ. ഇതുവരെ ഈ കൊച്ചുറാണിയുടെ മുഖത്ത് നോക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ ആ വൃത്തികെട്ട മാത്തച്ഛന്റെ വായിന്ന് വന്ന വൃത്തികെട്ട വർത്താനങ്ങൾ മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വന്നത്. അതും നീ കാരണം. എന്റെ മോള്, ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചാ മതി. നിന്റെ കല്യാണമാണ് ഏറ്റവും അടുത്ത മുഹൂർത്തത്തില്. അതിവിടെ വെച്ചാണെങ്കിൽ ഇവിടെ വെച്ച്, അല്ലെങ്കിൽ അമേരിക്കയിലാണെങ്കിൽ അവിടെ വെച്ച്. ഓർമ്മയിരിക്കട്ടെ. എനിക്ക് മിഥുനെ മറക്കാൻ പറ്റില്ല അമ്മ. എന്നോട് മറക്കാൻ പറയല്ല അമ്മ. കല്യാണം കഴിക്കാൻ പറയല്ല അമ്മ. എന്നെ മനസ്സിലാക്കാം അമ്മ, പ്ലീസ് അമ്മ. കൊച്ചുറാണിക്ക് ഒരു വാക്കേ ഉള്ളൂ, ഞാൻ പറയുന്നത് നീ അനുസരിക്കും. നിന്നെ കൊണ്ട് ഞാൻ അനുസരിപ്പിക്കും. ചേട്ടാ, ഇന്നത്തെ കളക്ഷൻ എന്നത്തെക്കാളും കൂടുതലുണ്ട്. ആ, ഇന്നത്തോടുകൂടി നീ പിച്ചയെടുപ്പ് നിർത്താൻ പോവായിരിക്കും അല്ലയോടാ? അങ്ങനെയൊന്നുമില്ല ചേട്ടാ. നമുക്കറിയാവുന്ന പണി ഇതല്ലേ. അപ്പോ ഇത് ചെയ്താൽ മതി. ആ പെങ്കൊച്ചു ചതിച്ചതിന്റെ വിഷമം കൊണ്ടല്ലേടാ നീ ഇങ്ങനൊക്കെ പറയുന്നത്? ഇനിയും നിനക്ക് മനംമാറ്റം ഉണ്ടായിക്കൂടൊന്നൊന്നുമില്ലല്ലോ. ഏതായാലും അവളുമാര് നിന്നെ ചതിച്ചു. എന്നാ ഐറ്റങ്ങളെ അങ്ങ് തീർത്താക്കവടാ. പിന്നെ നിനക്കും എനിക്കും ഒന്നും ഒരു വിഷമവും വേണ്ടല്ലോ. തീർത്തിരിക്കും. അവരെ ഞാൻ ഇന്ന് തന്നെ തീർത്തിരിക്കും. നാളത്തെ സൂര്യോദയം കാണാൻ അവരുണ്ടാകില്ല. ഉണ്ടാകരുത്. നാളെ നീ വീണ്ടും പിച്ചപാത്രം എടുത്ത് തെണ്ടുന്ന നല്ല കാഴ്ച എനിക്ക് കാണണം. അതിന് തടസ്സം നിൽക്കുന്ന ആരെയാണെങ്കിലും ഞാൻ കൊന്നുതരാടാ. ഞാൻ കൊന്നുതരാം. വേണ്ട ഏട്ടാ, വേണ്ട. ഞാൻ അവരോട്ട് ഒരു ബന്ധമില്ല. ഞാൻ തട്ടിക്കോളാം. തിരുവായിക്ക് എതിർവായില്ലെന്നാ കേട്ടോ. മുറുക്ക് പൊക്കോ. എന്നാലും വേണ്ട ഏട്ടാ, വേണ്ട. പോകാൻ പറഞ്ഞാ പിന്നെ പൊക്കോണം കേട്ടോ. അതാ എനിക്കിഷ്ടം. പോടാ. മിത്തു, എത്ര കാലം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒളിച്ച് താമസിക്കുക?
നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ നമുക്കെതിരായി. അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ വെറും പരിഹാസപാത്രങ്ങളായി മാറി. ശരിയാ നീ പറഞ്ഞത്. ഇനി ഇവിടെ തുടരുന്നത് അർത്ഥമില്ല. കഴിയുന്നതും വേഗം തന്നെ ഇവിടെ നിന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണം. ഇല്ലെങ്കിൽ പരിഹാസവും കുറ്റപ്പെടുത്തലും എല്ലാം കൊണ്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് കൊല്ല ചെയ്യും. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. ഇന്ന് തന്നെ പോകാം. ഞാൻ മുംബൈയിലോട്ട് 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാന്ദ്രയിലുള്ള സംഗീതയും വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളെ നമ്മളെ സഹായിക്കും. പിന്നെ ഇന്നലെ ഞാൻ ഡിവൈനെ വിളിച്ചിരുന്നു. തെറ്റിദ്ധാരണകളൊക്കെ പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. വിദേശത്തോട്ടോ മറ്റോ കിടക്കണമെങ്കിൽ ഡിവൈൻ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരായിരിക്കും അത്? പേടിക്കണ്ട, ചിലപ്പോൾ റൂം സർവീസ് ആയിരിക്കും. നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. മാഡം, ഞാൻ നിങ്ങളൊന്ന് കാണാൻ വന്നതാ. നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു. ഇത് കുറച്ച് പണ. അത് എത്രയുണ്ടെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ കുറച്ചധികം ഉണ്ട്. ഇത് ഞങ്ങൾക്ക് എന്തിനാ? നിങ്ങളെങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ ആ ചേട്ടൻ ദുഷ്ടൻ നിങ്ങളെ കൊല്ലും. പിന്നെ നിങ്ങൾ 2 പെണ്ണുങ്ങൾ തമ്മിലായിരുന്നു സ്നേഹമെന്ന് എനിക്കറിയാൻ വൈകിപ്പോയി. അത് ശരിയാണോ തെറ്റാണെന്ന് അറിയാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. പക്ഷേ മാഡത്തിൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. ഇനി നമ്മൾ തമ്മിൽ കാണുന്നൊരു ഉറപ്പില്ല. ഇനി അഥവാ കണ്ടുപോയാൽ ഒരു പുഞ്ചിരി, എനിക്കത് മതി. ഇനി ഞാനിവിടെ നിന്നാൽ അത് നിങ്ങൾക്ക് വലിയ ആപത്താവും. ഞാൻ പോട്ടെ. താങ്ക്സ് മാഡം. ചേട്ടാ, ദാ മുറുക്ക് വന്നു. നീ എന്നെ ചതിച്ചു അല്ലടാ തെണ്ടി. ആ പെണ്ണുങ്ങളെ മാത്രം കൊന്നാ മതിയെന്നായിരുന്നു എന്റെ വിചാരം. പക്ഷേ ആദ്യം നീ തീരണം. അത് കഴിഞ്ഞു മതി മറ്റുള്ളവർ. എന്റെ കാൽ കീഴിൽ കടന്ന് വളർന്ന നിന്റെ അന്ത്യം എന്റെ കാലുകൊണ്ട് തന്നെ ആകട്ടെ. പെടഞ്ഞങ്ങോട്ട് ചാകണം. ചില്ലറേ, പിന്നെ അല്ലാണ്ട് തോക്ക് കണ്ടുപിടിക്കുന്ന മുമ്പ് ഉണ്ട കണ്ടുപിടിച്ചാലേ എവിടിട്ട് വെടിവെക്കുമായിരുന്നല്ലോ ഏട്ടാൻ ചോദിച്ചപ്പോ അങ്ങനെ എന്നെ തോക്കിന്റെ പാത്തി കൊണ്ടടിച്ചു. ഈ തോക്ക് ഇവിടെ കുറെ നാളുകൊണ്ട് ഇരിക്കണത്. അത് വർക്കാവോ എന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ തലക്കൊന്നും ഉന്നം പിടിച്ച് വർക്ക് വെച്ച് നോക്കിയതാ. അത് വർക്കായി. ചേട്ടാ, എന്നാലും ഇതൊരു ഉടക്കത്തെ ചെയ്തായി പോയി. ഉർവശി ചാപ്പ ഉപകാരമായെന്ന് പറഞ്ഞ പോലെ ഈവൻ്റെ കാര്യം ഞാൻ നോക്കിയോളാം. നീ രക്ഷപ്പെട്ടോ. നാട്ടിലെ തെണ്ടികൾക്ക് വേണ്ടി ഇതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊരു തെണ്ടിയ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. സ്പേസ് എന്ന ഓർഗനൈസേഷന്റെ ഇന്ത്യയിലെ ശാഖ തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. കൃഷ്ണമിത്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ലാഭവിഹിതത്തിൽ നിന്നാണ് സ്പേസ് എന്ന ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ഇത് പാവപ്പെട്ടവരുടെയും നിരാലംബരുടെയും ഒരാശ്രയ കേന്ദ്രമാണ്. ചുരുക്കി പറഞ്ഞ ഇടമില്ലാതായിപ്പോയവരുടെ ഒരു ഇടമാണ് സ്പേസ് എന്ന ഈ സംഘടന. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത്, സ്പേസിന്റെ ഇന്ത്യ ഹെഡായി ഞങ്ങൾ ചുമതല ഏൽപ്പിക്കാൻ പോകുന്നത് ഭിക്ഷാടനമില്ലാത്ത നാട് എന്ന ആശയമായി സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മുറുക്കെന്ന ഞങ്ങളുടെ സുഹൃത്ത് മുരുകേഷിനെയാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം വേറെ പറയാനുണ്ട്. ഇത്രയും നാളും എൻ്റെ പേര് ചില്ലറ എന്നായിരുന്നു. ഇവരെല്ലാം മാറിയതുകൊണ്ട് ഞാനും എൻ്റെ പേര് മാറ്റുന്നു.
ഇന്നു മുതൽ എൻ്റെ പേര് ചേഞ്ച് എന്നാക്കിയിരിക്കുന്നു. കയ്യിലേക്ക് ഇല്ലെങ്കിലേ അവൻ ആ മൈക്ക് വയറോട് കൂടി മിണിഞ്ഞ് അവൻ്റെ വയറ്റിലാക്കും. കിഴങ്ങേശ്വരൻ. അങ്ങനെ സ്പേസ് അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്പേസ് നാടകം സമാപിക്കുന്നു. നാടകരചനാ സംവിധാനം ലിമേഷ് PM പുതുക്കാട്. സഹസംവിധാനം അനുജ അജയൻ. ശബ്ദമിശ്രണം രമിത് വിലങ്ങേരി ആൻഡ് ബിജുകുമാർ കിളിമാഞ്ഞൂർ. സാങ്കേതിക സഹായം പ്രസന്ന സി നായർ ആൻഡ് സിനോജ് VR. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: മിത്ര അനുജ അജയൻ, കൃഷ്ണ അതുല്യ സിദ്ധാർത്ഥ്, മുറുക്ക് ലിമേഷ് PM പുതുക്കാട്, ഡിവൈൻ നിതിൻ ജോയ് തൊടുപുഴ, കൊച്ചേച്ചി തങ്കമണി കോതമംഗലം, ചേട്ടൻ സിജു പത്തനംതിട്ട, ചില്ലറ അതുൽ കൃഷ്ണൻ, ബ്രോക്കർ അഭിലാഷ് കട്ടപ്പന. അവതരണം ശബ്ദചേതന കമ്മ്യൂണിക്കേഷൻസ്.